കഴിഞ്ഞ ദിവസം 8 മണിക്കകം ഇറാനെ തകർക്കും എന്ന് അമേരിക്ക പറഞ്ഞു. നമ്മൾ കണ്ണും ഞെരടി എണീച്ചപ്പോൾ കാണുന്നത് വെടിനിർത്തൽ പ്രഖ്യാപനമാണ്. ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം എല്ലാവരും ഉറ്റുനോക്കിയ ഒരു പ്രതികരണമാണ്. ഇന്ത്യ പറഞ്ഞു ഇത് ഒരിടത്തും എത്താൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഇന്ത്യ എന്താണ് ഇങ്ങനെ പറയുന്നത്, പാകിസ്ഥാനാണ് ഇതിന് മധ്യസ്ഥത വഹിച്ചത് എന്ന് പറഞ്ഞ് കുറെ സുഡാപ്പികൾ ഇവിടെ കിടന്ന് തുള്ളിച്ചാടുന്നത് കണ്ടായിരുന്നു. ഇന്ത്യ പറഞ്ഞു ഇത് ഒരിടത്തും എത്താൻ പോകുന്നില്ല എന്ന് ഇന്ത്യ പറയുന്നതോടൊപ്പം തന്നെ ഇന്ത്യ വേറൊരു കാര്യം കൂടെ ചെയ്തു. ഇറാനിൽ ഏകദേശം 9,000 ഇന്ത്യക്കാരുണ്ട്, ഇതാണ് പറ്റിയ അവസരം, കൂടും കുടുക്കയൊക്കെ എടുത്ത് രക്ഷപ്പെട്ടോ എന്നാണ് ഇന്ത്യ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തത്. അപ്പൊ ഇത് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞ ശേഷം കുറച്ചു കഴിഞ്ഞാണ് ഇതിന്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം വെടിനിർത്തൽ 2 ആഴ്ചത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഇറാൻ 10 ആവശ്യങ്ങൾ മുന്നിലേക്ക് വെച്ചിരുന്നു. ഈ 10 ആവശ്യങ്ങളിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ലെബനനിലേക്കുള്ള ആക്രമണം നിർത്തണം എന്നുള്ളതാണ്. അപ്പൊ ഇസ്രായേലിന് സ്വാഭാവികമായിട്ടും ഈ വെടിനിർത്തലിൽ ഒരു താല്പര്യമില്ല. ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും തന്നെ ഒരു താല്പര്യമില്ല. കാരണം എന്തായാലും തുടങ്ങി വെച്ചു, ഇറാനെ സമ്പൂർണ്ണമായി നശിപ്പിച്ച ശേഷം അവസാനിപ്പിച്ചൂടെ എന്നാണ് അമേരിക്കയോട് ചോദിച്ചത്. അപ്പൊ അമേരിക്കയ്ക്ക് അതിന് താല്പര്യമില്ല. കാരണം അമേരിക്ക പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. കയ്യിൽ നിന്ന് പൈസയും പോകുന്നു. ഒരു സെക്കൻഡ് 10 ലക്ഷം ഇന്ത്യൻ മണിയാണ് അമേരിക്ക കയ്യിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്നു. അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു. അങ്ങനത്തെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഹോർമൂസ് ആണെങ്കിൽ അമേരിക്കയ്ക്ക് പിടിച്ചിട്ട് കിട്ടുന്ന ഒരു ടെറൈൻ അല്ല. യുറേനിയം എടുക്കാനായിട്ട് സൈനികരെ അകത്തേക്ക് കടത്തിവിട്ടിട്ട് യുറേനിയം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പോലും സാധിക്കുന്നില്ല. പോരാത്തതിന് ഇറാൻ റഷ്യയുടെയും ചൈനയുടെയും അടക്കം സപ്പോർട്ട് വലിയ രീതിയിലുണ്ട്. ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. എങ്ങനെയെങ്കിലും ഈ യുദ്ധം നിർത്താനായിട്ട് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് അമേരിക്ക യുദ്ധത്തിൽ പങ്കുചേരാനായിട്ട് നാറ്റോയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നാറ്റോ പോയി പണി നോക്കാൻ പറഞ്ഞു. ട്രംപ് പറഞ്ഞിട്ടുണ്ട് നാറ്റോയിൽ നിന്ന് ഞങ്ങൾ ഇതാ പുറത്തു പോകാൻ പോവുകയാണ്, ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയോ. ട്രംപ് അല്ലേ, JD വാൻസാ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇസ്രായേലിന് ഈ വെടിനിർത്തലിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇസ്രായേല് ഇതിന്റെ ചുരുക്കം മൊത്തം തീർത്തത് ലെബനനിലാണ്. ലെബനനിൽ ഇസ്രായേൽ കനത്ത ആക്രമണമാണ് നടത്തിയത്. അപ്പോ ഇറാൻ പറഞ്ഞു വെടിനിർത്തലിൽ ഞങ്ങൾ അവതരിപ്പിച്ച 10 പോയിന്റുകളിൽ ഒന്നെന്ന് പറയുന്നത് ഇതായിരുന്നു, ലെബനനിൽ ആക്രമണം നടത്തരുത്. കാരണം അവരുടെ പ്രോക്സിയാണ്, ഇറാന്റെ പ്രോക്സിയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തരുത്. പക്ഷേ അപ്പൊ ഇസ്രായേൽ പറഞ്ഞത് അല്ലല്ല, ഈ വെടിനിർത്തലൊക്കെ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്, പക്ഷേ അത് ലെബനന് ബാധകമല്ല എന്നാണ് ഇസ്രായേൽ ആ സമയത്ത് പറഞ്ഞത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കും എന്ന് പറഞ്ഞ് മാർക്കറ്റൊക്കെ കുതിച്ചുയർന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ പറഞ്ഞു അടയ്ക്ക്, ആ ഹോർമൂസ് അടയ്ക്കെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഹോർമൂസ് അടയ്ക്കുന്ന സാഹചര്യത്തിൽ ട്രംപ് അവിടെ നിന്ന് ഇതൊന്നും അറിയാതെ കളിച്ചും ചിരിച്ചും വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമൂസിനെ ഞങ്ങളാണ് നിയന്ത്രിക്കുന്നത്, ഞങ്ങളത് നിയന്ത്രിച്ച് കിട്ടുന്ന പൈസയിൽ നിന്നും നല്ലൊരു തുക ഇറാന് ഞങ്ങൾ പുനരുജ്ജീവനത്തിനായിട്ട് കൊടുക്കും എന്നൊക്കെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇറാൻ ഇത് പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം ഹോർമൂസ് നിങ്ങളാണോ നിയന്ത്രിക്കുന്നതെന്ന് അറിയില്ല. ഈ ഹോർമൂസ് എന്ന് പറഞ്ഞ കടലിടുക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരാരും അവകാശവാദം ഉന്നയിക്കാത്ത ഒരു കടലിടുക്കാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇറാൻ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണെന്നുള്ള ഒരു റിപ്പോർട്ട് ഞാൻ ഇന്നലെ കണ്ടു. ഇനി അവിടെ ടോൾ പിരിക്കാനായിട്ട് ഇറാൻ തുടങ്ങുമോ എന്നാണ് ലോക രാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത്. അത് നിയമങ്ങളുടെ ലംഘനമാണ്, അതൊക്കെ അവിടെ നിന്നോട്ടെ. ഇപ്പോ നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് 24 മണിക്കൂറിനകം ഈ വെടിനിർത്തൽ കരാർ സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലേക്ക് എത്തി. അപ്പോൾ ട്രംപ് വീണ്ടും ഭീഷണിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഹോർമൂസിന് എനിക്ക് തന്നില്ലെങ്കിൽ ഈ കരാർ തകർന്നാൽ ഇറാനെതിരെ മാരകമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് എത്തുന്നു. 24 മണിക്കൂറിനുള്ളിൽ 3 വ്യവസ്ഥകൾ ലംഘിച്ചു. ഇറാൻ പൂർണ്ണമായിട്ടും ആശയക്കുഴപ്പത്തിലായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് ബിജുചേട്ടൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഇറാന്റെ 10 ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അതിൽ 10 പോട്ടെ, അതിൽ ഒരെണ്ണം പോലും അമേരിക്കയ്ക്ക് അംഗീകരിക്കാനോ അമേരിക്കയ്ക്ക് പിന്തുണയ്ക്കാനോ സാധിക്കില്ല, ആത്മഹത്യാപരമാണ്. അപ്പോൾ ട്രംപ് ഇതെടുത്ത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് വൈറ്റ് ഹൗസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഇറാൻ ഇപ്പോഴും ഗൾഫിലടക്കം വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ചുരുക്കം പറഞ്ഞാൽ യുദ്ധം തീർന്നിട്ടില്ല, തീർന്ന യുദ്ധം വീണ്ടും തുടങ്ങി. ഹോർമൂസ് തുറന്നു, ആ തുറന്ന സ്പീഡിൽ, തുറന്നതിലും വേഗത്തിൽ അത് അടച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് വിചാരിച്ചേട്ടാ ഇതിന്റെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ്സ്? ഇത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത് എവിടെ പോയി അവസാനിക്കും? ഇതിനൊരു അന്ത്യമില്ലേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു തട്ടിപ്പ് കണക്കാണ് നമുക്കത് തോന്നിയത്. ഇന്നലെ തന്നെ ഇറാൻ പറഞ്ഞിരുന്നു ഈ പാകിസ്ഥാനെ പരിഹസിക്കുകയാണ് ചെയ്തത്, ഇവന്മാരാരാണ് ഈ ഇടനില നിൽക്കാന്ന് ചോദിച്ചിട്ട്. ഇസ്രായേൽ അതേപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തിൽ ഇസ്രായേലും ഇറാനും ഒരേ അഭിപ്രായക്കാരാ. ഇസ്രായേൽ പറഞ്ഞു ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ, അവന്മാരെയൊക്കെ വെച്ചുകൊണ്ട് ആരാ ഇതിന്റെ ഇടയ്ക്ക് മധ്യസ്ഥ ശ്രമം നടത്തുന്നതെന്ന്. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് ഇറാന്റെ ഒരു സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അവർ തുടക്കം മുതലേ തന്നെ പറയുന്നുണ്ട്, ഞങ്ങള് വെടിനിർത്തലിലേക്ക് പോകണമെങ്കിൽ ഞങ്ങളുടെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇന്ന് ഇറാൻ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ നടത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഹോർമുസ് കടലിടുക്ക്
ഇനി തുറന്നാലും ഇച്ചിരി പ്രശ്നമുണ്ട് അതില്. കാരണം ഞങ്ങളെ കുഴിബോംബുകൾ, മൈനുകൾ ഞങ്ങൾ കടലിന്റെ അടിത്തട്ടിൽ പലയിടത്തായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ട്, വിതറിയിട്ടുണ്ട്. അതുകൊണ്ട് അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സുരക്ഷിതമായി പോകാൻ ഞങ്ങളൊരു റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ കപ്പലുകൾക്ക് ഇപ്പൊ $20 ലക്ഷം എന്നൊക്കെയാണ് പറയുന്നത്. ബാരലിന് $1 ആണെന്നും കേൾക്കുന്നു. ക്രിപ്റ്റോ ആയിട്ടുള്ള ഇടപാടാണ്. $1 വെച്ച് ഇറാൻ ഈടാക്കുന്നു. അതിനുശേഷം ഇവർക്ക് ഈ ഭൂപടം കൊടുക്കുന്നു. കാരണം ഇവന്മാർക്ക് അറിയാൻ പറ്റുമല്ലോ എവിടൊക്കെയാണ് ഈ മൈൻ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അത് കപ്പലിന് പോകാനുള്ള റൂട്ടും മാപ്പും കൂടെ കൊടുക്കും. അതായത് പൈസ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ റൂട്ടും കൂടെ കൊടുക്കുന്ന ഒരു രീതിയാണ് അവർ പറഞ്ഞത്. ഏതായാലും അമേരിക്ക സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം നിന്നിരുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ലെബനനിൽ ആക്രമിക്കരുത് എന്നുള്ളതായിരുന്നു അവരുടെ ഫസ്റ്റ് ഡിമാൻഡ് തന്നെ. അതായിരുന്നു ഇസ്രായേൽ ആക്രമിക്കരുത്. അത് പറഞ്ഞതിന്റെ 1 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് 100 കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തുകയും 250 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ സൗദിക്കും കുവൈറ്റിനും നേർക്ക് ഈ പറയുന്ന ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടിയും ഉണ്ടായി. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് സംഭവിച്ചെന്ന് ആർക്കും ഒരു പിടുത്തവും ഇല്ല. ഇത് വെടിനിർത്തലിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് പൊരിഞ്ഞടിയാണ് കാണുന്നത്. ഈ എല്ലാം തീർന്നു, ഇനി കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് ആണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ പാകിസ്ഥാൻ ഇത്തവണ കുറച്ചുകൂടെ ഒരു ബുദ്ധിപൂർവ്വം ഒരു നീക്കം നടത്തി. കാരണം അവർ വലിയ പൊങ്ങച്ചത്തിന് പോയില്ല. മുൻപൊക്കെ അവർക്ക് പൊങ്ങച്ചം നടത്തുമായിരുന്നെങ്കിൽ ഇപ്പൊ അത്തരത്തിലുള്ള ഒരു ഇത് പറയാനായിട്ട് വീമ്പ് പറയാൻ പോയില്ല. താങ്കൾ ഇതിന്റെ ഇടവേളയ്ക്ക് നിൽക്കുന്നതെന്നോ പിടിക്കുന്നതെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് UAEയുടെയും ഇറാന്റെയും പ്രതിനിധികൾ പാകിസ്ഥാനിലേക്ക് വരുന്നു ചർച്ച നടത്താൻ എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ചർച്ച ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങുമെങ്ങും എത്താൻ കഴിയാത്ത ഒരു ചർച്ചയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇപ്പൊ ട്രംപ് ഇപ്പൊ കൊണ്ടുവരുന്നതിന്റെ പുള്ളിയുടെ ഒരു ബിസിനസ് താല്പര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഇടപാട് നടത്താൻ വേണ്ടിയിട്ട് ഇറാൻ ഒരുങ്ങുകയാണ്. കാരണം ഈ പറയുന്ന ഈ കപ്പൽ മാർഗത്തിലൂടെ ട്രംപിനും വലിയ താല്പര്യമുള്ള വിഷയമാണ്. കാരണം ഇവർക്കെല്ലാം കച്ചവടമാണിത്. ആ ഒരു കച്ചവട കണ്ണിലേക്കാണ് ഇപ്പൊ ട്രംപിന് ഖാർഗ ദ്വീപൊന്നും വേണമെന്നില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് ഈ ഹോർമിസിന്റെ അവിടെ ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി പോകുന്ന കപ്പലുകളെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ എന്തായാലും അത് ഇറാന്റെ ഒമാന്റെ തീരപ്രദേശത്ത് ചേർന്ന് നടക്കുന്നതാണ്. അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ അത് നമ്മുടെ അന്തർദേശീയ നിയമം അനുസരിച്ച് ആരുടെയുമല്ല എന്നല്ല, അതിനകത്ത് എല്ലാവർക്കും സഞ്ചരിക്കാം. അപ്പം പക്ഷെ അവരുടെ അവകാശമാണ്. അവരുടെ തീരത്തോട് ചേർന്ന് നടക്കുന്ന അവരുടെ ബോർഡറാണ്. അതായത് എന്താ പറയുക, അവരുടെ അതിർത്തിക്കുള്ളിലാണ്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഇത് എന്തായിത്തീരും എന്ന് അറിയുന്നില്ല. ഇതൊന്നും അവസാനിക്കുന്നില്ല. നമ്മള് ഇരുന്നിട്ട് ഇന്നിപ്പം വെടിനിർത്തൽ വന്നു, സമാധാനമായില്ലോ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് അടുത്ത വരുന്നത്. ഇപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതിവിനാശകരമായ ഒരു യുദ്ധത്തിലേക്ക് ഞങ്ങൾ പോവുകയാണെന്ന്. അതിനിടയിൽ ഇപ്പൊ നാറ്റോ സഖ്യത്തിന്റെ സെക്രട്ടറി ഇന്നലെ വിളിച്ച് ഇത് കഴിഞ്ഞുടനെ പറഞ്ഞത് ഞങ്ങൾ ട്രംപിനെ അഭിനന്ദിക്കുന്നു ഈ യുദ്ധം വെടിനിർത്തലിലേക്ക് എത്തിയെന്നുള്ളത്. അതിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പാണ് അടുത്ത സംഭവം നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിനകത്ത് ഈ വെടിനിർത്തലിലേക്ക് എത്താനുണ്ടായ ഒരു കാരണം കൂടുതൽ ആയുധങ്ങളും മറ്റും അമേരിക്കയ്ക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എടുത്തൊരു ബ്രേക്കാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം അവരൊരു വലിയ അടിക്ക് മുമ്പ് എടുക്കുന്ന ഒരു ചെറിയ ഒരു ഷോർട്ട് ബ്രേക്ക് ഉണ്ടല്ലോ, അത് ഈ യുദ്ധ സമയത്തൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. ഇതിനേക്കാൾ വലിയ കൗതുകകരമാണ് നമ്മുടെ സെലൻസ്കിയുടെ കാര്യം. അദ്ദേഹം ഈ അടുത്ത് ഈസ്റ്ററിന് ഒരു അവധി തരുമോന്ന് പുട്ടിനോട് ചോദിച്ചായിരുന്നു. ഈസ്റ്റർ അല്ലേ, നമുക്ക് അത് ദിവസം ഒന്ന് അടി നിർത്തി വെക്കാന്ന്. എല്ലാ വർഷവും ക്രിസ്മസ് വരുമ്പോഴും സെലൻസ്കി ഇതേ ചോദ്യം തന്നെ പുട്ടിനോട് ചോദിക്കാറുണ്ട്. ക്രിസ്മസ് ആണ്, കുറച്ച് അവധി വേണം എന്നുള്ളത്. അപ്പൊ ഇപ്രാവശ്യം പുട്ടിന് അപ്പൊ കഴിഞ്ഞ ക്രിസ്മസിന് എനിക്ക് തോന്നുന്നു പുട്ടിനും അംഗീകരിച്ച് ഇവർ ഒരു 5 ദിവസത്തേക്കോ മറ്റോ ഒരു ചെറിയ ഒരു ബ്രേക്ക് കൊടുത്തിരുന്നു. ഇത്തവണ ഈസ്റ്ററിന് വെടി നിർത്തുമെന്ന് ചോദിച്ചപ്പോൾ പുട്ടിൻ തുടരെ ഡ്രോണുകൾ ആക്രമിക്കുകയാണ്. കാരണം പുള്ളിക്കാരന്റെ റഷ്യയെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ അവരുടെ സമനില തെറ്റി നിൽക്കുകയാണ്. കാരണം അവരുടെ ഈ തുറമുഖങ്ങളൊക്കെ ഇവന്മാർ നശിപ്പിക്കുന്നുണ്ട്. റഷ്യ ഇപ്പോൾ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ അമേരിക്ക എത്രത്തോളം ഇറാനെ ആക്രമിക്കുന്നു അത്രത്തോളം അമേരിക്കയുടെ പക്കലുള്ള ഈ ആയുധങ്ങൾ കുറവ് വന്നുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് മിസൈലൊക്കെ. അപ്പം ഈ ഉക്രൈനെ സഹായിക്കാനായിട്ട് അമേരിക്ക പോവില്ല. ഉക്രൈനെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ റഷ്യ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് റഷ്യ കണക്കൂട്ടുന്നത്. അപ്പം ഇവിടെ അമേരിക്ക തളച്ചിടപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ. ഈ സാഹചര്യമാണ് ഇപ്പൊ മൊത്തത്തിൽ ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത്. ഏതായാലും ഗൾഫ് യുദ്ധത്തിൽ എന്താണ് ഇനി അടുത്തത് എന്നുള്ളത് അറിയില്ല. ഒരുപക്ഷെ ഒരു ഫോർമുലയിലേക്ക് എത്തിയേക്കായിരിക്കും. ട്രംപ് ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട് പുള്ളിക്ക്, എന്ത് രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഒതുക്കിയെടുക്കാൻ കഴിയും. നാളെ ഒരു ഉളുപ്പുമില്ലാതെ തന്നെ യുദ്ധം നിർത്തി ഇപ്പൊ ഹോർമിസിന്റെ ഇല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ ബിസിനസിന്റെ ഒരു ഭാഗം കിട്ടിയാൽ, ഒരു കമ്മീഷൻ കിട്ടിയാൽ, ഇല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഒരു മടിയും കൂടാതെ തിരിച്ചിട്ട് പറയുകയും ചെയ്യും. അത് അങ്ങനെ ട്രംപിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണെങ്കിലും ഈ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ കളിമണ്ണ് അങ്ങനെയാണല്ലോ, കളിമണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് രൂപം വേണമെങ്കിലും അത് സൃഷ്ടിച്ചെടുക്കാം എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു രീതി. വേറെ ലോകത്ത് അങ്ങനെ ഒരു ഭരണാധികാരി ഞാൻ കണ്ടിട്ടില്ല.
രാവിലെ പറയുന്നതല്ല, ഉച്ചയ്ക്ക് പറയുന്ന കാരണം എല്ലാത്തിനും പുള്ളിയുടേതായ ഒരു ന്യായീകരണവും സിസ്റ്റങ്ങളും എല്ലാം ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പം ഇറാനുമായിട്ട് എന്തെങ്കിലും ധാരണ എത്തിക്കൊണ്ട് അങ്ങനെ പോകും. കാരണം ഇറാനെ സംബന്ധിച്ച് അവർ ഉയർത്തുന്ന ആവശ്യങ്ങളെല്ലാം ന്യായമാണ് ധനുഷ്. കാരണം അവരുടെ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. അപ്പൊ അവർക്ക് അത് പുനരുദ്ധരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിനവർക്ക് പണം ആവശ്യമാണല്ലോ. അപ്പൊ അവരാകെ ചോദിക്കുന്ന ഒരു ഒറ്റ കാര്യമാണ്, പ്രധാനപ്പെട്ട അവർ ചോദിക്കുന്ന ഒറ്റ കാര്യം, ഉപരോധം പിൻവലിക്കുക. കാരണം അവർ ഉപരോധം പിൻവലിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ എണ്ണ വാങ്ങിക്കൊണ്ട് പൊക്കോളും. അവരുടെ പ്രശ്നങ്ങൾ പട്ടിണി കുറച്ചൊക്കെ മാറിക്കിട്ടും. അത് മാത്രമാണ് അവർ പ്രധാനമായി ചോദിക്കുന്നത്. പിന്നെ സമ്പുഷ്ട യുറേനിയം അന്ന് അവർ പറഞ്ഞിരുന്നതാണ്, ഇത് നിങ്ങൾക്ക് കയറി പരിശോധിക്കാം, നിങ്ങൾ തന്നെ ഇതെല്ലാം നടത്തിത്താൻ ഞങ്ങൾക്ക്, നിങ്ങളുടെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ ഇവിടെ കൊണ്ട് സ്ഥാപിക്കൂ എന്നെല്ലാം പറഞ്ഞതല്ലേ. അതെല്ലാം മാറ്റി മറിച്ചിരിക്കുന്നു. ഇപ്പൊ അവർ വെച്ചിരിക്കുന്നത് ഒരു ഡിമാൻഡ് പോലും, ധനുഷ് പറഞ്ഞ് ശരിയല്ല, ഒരു ഡിമാൻഡ് അംഗീകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇനി ആകെ അംഗീകരിക്കാൻ ഒരു സാധ്യതയുള്ളതും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന ഇറാന്റെ മുകളിൽ ചുമത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ. ആ ഉപരോധത്തില് അമേരിക്ക ഒരു ചെറിയ ഇളവ് വരുത്താനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു ചെറിയ ഇളവ് വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൽ ഒരു ലോങ് ടൈം വെടിനിർത്തലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പം ഈ ഇറാന്റെ എണ്ണ വിൽക്കാൻ കുറച്ച് ദിവസത്തേക്ക് നീട്ടിക്കൊടുത്തല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഇറാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഇതിനകത്ത് ഒറ്റ ഡിമാൻഡ് ഉണ്ട്, അതായത് ഉപരോധം പിൻവലിക്കുക എന്നുള്ളതിനകത്ത്. ഇപ്പൊ അമേരിക്ക പറയണം, ശരി തൽക്കാലത്തേക്ക് നിങ്ങളുടെ ഉപരോധം കുറച്ച്, അത് എല്ലാത്തിലും ഇല്ല, കുറച്ച് കാര്യത്തിലേക്ക് ഞങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്വിച്ചിട്ടണക്ക് നിൽക്കും. പക്ഷെ അതും ശാശ്വതമല്ല, തൽക്കാലത്തേക്ക് ഒരു സമാധാനം ആശ്വാസമൊക്കെ ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ.